ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇതെൻ്റെ പുതിയൊരു ചാനലാണ്. ഞാനിവിടെ മാൽദീവ്സിലെ നേഴ്സായിട്ട് വർക്ക് ചെയ്യുകയാണ്. ഇവിടെ മാൽദീവ്സിൽ ഒത്തിരി ഐലൻഡുകളുണ്ട്. അതിൽ ബിലിഫുഷി എന്ന് പറയുന്ന ഐലൻഡിലാണ് ഞാൻ നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്ന ഐലൻഡിലുള്ള വൈകുന്നേര സമയത്തെ കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വൈകുന്നേര സമയമാകുമ്പോൾ നല്ലൊരു ക്ലൈമറ്റാണ് ഇവിടെ. നല്ല അധികം ചൂടുമില്ല, അധികം തണുപ്പും ഇല്ലാത്തൊരു നല്ലൊരു ക്ലൈമറ്റാണ്. ഈ സമയത്താണ് ആളുകളെല്ലാം ഇവിടെ അധികം ഇറങ്ങി നടക്കുകയൊക്കെ ചെയ്യുന്നത്. ഇത് ഞങ്ങളുടെ ഇവിടെ ഈവനിങ് സമയത്തുള്ള ഒരു കാഴ്ചയാണ്. ഈവനിങ് സമയത്ത് ഇവിടുത്തെ ആകാശവും കടലെല്ലാം കാണാൻ നല്ല രസമാണ്. ഇത് സൂര്യൻ അസ്തമിക്കുന്ന ആ സമയത്തുള്ള ഒരു കാഴ്ചയാണ്. വളരെ വ്യത്യസ്തമായ കാഴ്ചകളാണ് ഓരോ ദിവസവും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. പിന്നെ ഇവിടെ ധാരാളം മരങ്ങളും കാര്യങ്ങളൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുള്ളത് കൊണ്ട് നമുക്കധികം ചൂട് കാര്യങ്ങളൊന്നും അധികം ഫീൽ ചെയ്യത്തില്ല. പിന്നെ ഇപ്പം നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ ഹോസ്പിറ്റലിൻ്റെ സറൗണ്ടിങ് ഏരിയാസാണ്. ഞങ്ങൾക്ക് സാധാരണയായിട്ട് ഓരോ ഐലൻഡിലും ഒരു ഹോസ്പിറ്റലാണ് ഉള്ളത്. ഒരു ഹോസ്പിറ്റൽ, ഒരു സ്കൂള്, അങ്ങനെ എല്ലാം ഓരോന്നാണ് എല്ലാ ഐലൻഡുകളിലും ഉള്ളത്. അപ്പം ഞങ്ങളുടെ ഹോസ്പിറ്റലാണിത്. പിന്നെ ഇവിടെ വാഹനങ്ങളാണെങ്കിലും വളരെ ലിമിറ്റഡ് ആണ്. സാധനങ്ങളെല്ലാം കൊണ്ടുപോകുന്നതിനൊക്കെ ആണെങ്കിലും വളരെ കുറച്ച് വാഹനങ്ങൾ മാത്രമാണ് ഇവിടെ ഉള്ളത്. ഞങ്ങളുടെ ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ട് ഏരിയയാണിത്. അപ്പം ഇതൊരു ഹെൽത്ത് സെൻ്ററാണ്. അപ്പോൾ ഇവിടെ കുറച്ച് നേഴ്സുമാരും ഒരു ഡോക്ടറും ആണുള്ളത്. പിന്നെ ആംബുലൻസ് കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഒന്നോ രണ്ടോ ആംബുലൻസ് മാത്രമാണ് ഉള്ളത്. മാൽദീവ്സിൽ ഓരോ ഐലൻഡിലും ലിമിറ്റഡ് ആയിട്ടുള്ള ആളുകളാണ് താമസിക്കുന്നത്. ഇപ്പം ഞങ്ങൾ ഈ താമസിക്കുന്ന ഐലൻഡിലാണെങ്കിലും ഒരു 1000, 1500 അത്രയും ആളുകൾ മാത്രമാണുള്ളത്. അപ്പം അവർ വളരെ കാം ആൻഡ് ക്വയറ്റായിട്ട് അവരവരുടെ കാര്യങ്ങളെല്ലാം നോക്കി വളരെ പീസ്ഫുള്ളായിട്ടാണ് അവർ ജീവിക്കുന്നത്. ഇവിടെ പലതരത്തിലുള്ള ജോലികൾ ചെയ്യുന്ന ആളുകളുണ്ട്. സ്കൂള്, ഹെൽത്ത് സെക്ടർ അങ്ങനെയുള്ള ഏരിയകളിലാണ് മെയിനായിട്ട് നമ്മൾ ഫോറിനേഴ്സ് വർക്ക് ചെയ്യുന്നത്. ബാക്കിയുള്ള സ്ഥലങ്ങളിലെല്ലാം അധികവും ഇവരുടെ ആളുകൾ തന്നെയാണ് ജോലി കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. പിന്നെ നമുക്കിവിടെ ജോലി ചെയ്യുന്നതിനാണെങ്കിലും വളരെ ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നുമില്ല. നല്ല രീതിയിലാണ് ഇവിടെയുള്ള ആളുകൾ നമ്മളെ ട്രീറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഫുഡ് കാര്യങ്ങളൊക്കെ ഇവിടെ ഫുഡ് കാര്യങ്ങളും അതുപോലുള്ള സാധനങ്ങളെല്ലാം ബോട്ടിലാണ് വരുന്നത്. അത് ഒരു നിശ്ചിത സമയങ്ങളിൽ, ചിലപ്പോൾ ആഴ്ചയിൽ ഒരു പ്രാവശ്യം, അങ്ങനെ ക്ലൈമറ്റ് ഒക്കെ നോക്കിയിട്ടാണ് ബോട്ട് കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നത്. അപ്പോൾ നമുക്ക് ഒന്നിനും അങ്ങനെ കുറവ് കാര്യങ്ങളൊന്നുമില്ല. നല്ല രീതിയിൽ തന്നെയാണ് നമുക്കിവിടെ നിൽക്കാനൊക്കെ പറ്റും. പിന്നെ നമുക്ക് അക്കോമഡേഷൻ കാര്യങ്ങളൊക്കെ ആണെങ്കിലും നല്ല രീതിയിൽ ഇവർ തന്നെ അറേഞ്ച് ചെയ്ത് തരുകയൊക്കെ ചെയ്യും. നമുക്ക് വേറെ പ്രശ്നങ്ങൾ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ നമുക്ക് ഹോസ്പിറ്റൽ വർക്ക് ഒത്തിരി ഓവർലോഡ് കാര്യങ്ങളൊന്നുമില്ല. വളരെ നല്ല രീതിയിൽ തന്നെ നമുക്കിവിടെ വർക്ക് ചെയ്യാനൊക്കെ പറ്റും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക.